ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച മാറ്റങ്ങൾ ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു. സഞ്ജു സാംസൺ, യശസ്വി ജസ്വാൾ, ശിവം ദുബൈ തുടങ്ങിയ 3 താരങ്ങളെ ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിന് പിന്നാലെ കടുത്ത എതിർപ്പായിരുന്നു ആരാധകർ പങ്കുവച്ചത്, പ്രത്യേകിച്ച് T20 ലോകകപ്പിൽ അവസരം ലഭിക്കാതിരുന്ന സഞ്ജുവിന്റെ കാര്യത്തിൽ. എന്നാൽ ഇക്കുറി സഞ്ജുവിന് പിഴക്കില്ലെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. വരാനിരിക്കുന്ന സിംബാബ്വെ പര്യടനത്തിൽ സഞ്ജുവിനെ BCCI കളിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് സൂചന, അതും 1ാം വിക്കറ്റ് കീപ്പറായി തന്നെ. ഇക്കാര്യത്തിൽ BCCIയുമായി അടുത്ത വൃത്തങ്ങൾ കൃത്യമായ സൂചന നൽകിയിട്ടുണ്ട്. 1ാം T20 മുതൽ സഞ്ജുവും ദുബൈയും ജസ്വാളും കളിക്കേണ്ടതായിരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വിൻഡീസിലെ കാലാവസ്ഥ മോശമായത് കാരണം ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം നാട്ടിലേക്ക് തിരിക്കാൻ വൈകിയതാണ് എല്ലാ പദ്ധതികളും തകിടം മറിച്ചതെന്നാണ് BCCIയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇക്കാരണം കൊണ്ടാണ് ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന 3 പേരെയും ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നും 3ാം മത്സരം മുതൽ ഇവർക്ക് കളിക്കാമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടീമിലെ 1ാം വിക്കറ്റ് കീപ്പറായി ആദ്യ 11-ൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുവരെ ധ്രുവ് ജറൽ അല്ലെങ്കിൽ ജിതേഷ് ശർമ്മയോ ആകും വിക്കറ്റ് കീപ്പറുടെ റോൾ കൈകാര്യം ചെയ്യുക. ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടിയെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉൾപ്പെടെ ഒരു മത്സരം പോലും കളിക്കാൻ സഞ്ജു സാംസന് കഴിഞ്ഞിരുന്നില്ല. തുടക്കം മുതൽ ഋഷഭ് പന്ത് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചതോടെ സഞ്ജുവിന്റെ സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു. എങ്കിലും ഇന്ത്യയുടെ 2ാം T20 ലോക കിരീട വിജയത്തിൽ പങ്കാളിയാവാൻ സഞ്ജുവിന് കഴിഞ്ഞു. സിംബാബ്വെക്കെതിരായ പരമ്പരയിലെ അവസാന 3 മത്സരങ്ങളിൽ തിളങ്ങിയാൽ ഇന്ത്യയുടെ T20 ടീമിൽ സ്ഥിര സാന്നിധ്യമാവാനുള്ള അവസരമാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത്. വിരാട് കോഹ്ലിയും നായകൻ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും ചെറു ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച സാഹചര്യത്തിൽ അത്രയും ഒഴിവുകൾ നികത്താനുണ്ട് എന്നതാണ് സഞ്ജുവിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. IPLൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ടീമിനെ മികച്ച നിലയിലാണ് കൊണ്ടുപോകുന്നത്. ക്യാപ്റ്റൻസി കൊണ്ടും വ്യക്തിഗത ബാറ്റിംഗ് മികവ് കൊണ്ടും സഞ്ജു ഏറെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. രോഹിത് ശർമ്മ വിരമിക്കുന്നതോടെ ഇന്ത്യയുടെ T20 ടീമിന് ഒരു നായകനെയും ആവശ്യമായി വരും. നിലവിൽ ഹർദിക് പാണ്ഡ്യയ്ക്കാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നതെങ്കിലും IPLലെ മോശം ഫോമും ക്യാപ്റ്റൻസി പിഴവുകളും ഒരുപക്ഷെ താരത്തിന്റെ വഴിയടയ്ക്കാൻ ഇടയുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നീട് ആരെന്ന ചോദ്യം ഉയരും. രാജസ്ഥാൻ റോയൽസ് നായകനെന്ന നിലയിൽ സഞ്ജുവിന്റെ പ്രകടനം കണക്കിലെടുത്ത് താരത്തെ നായക സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ശുഭ്മാൻ ഗിൽ, ഋതുരാജ് ഗേക്വാദ്, അഭിഷേക് ശർമ്മ, റിങ്കു സിംഗ്, ധ്രുവ് ജുറൽ, റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, ഖലീൽ അഹമ്മദ്, മുകേഷ് കുമാർ, തുഷാർ ദേശ്പാണ്ഡെ, സായ് സുദർശൻ, ജിതേഷ് ശർമ്മ, ഹർഷിത് റാണ എന്നിവരാണ് ടീമിൽ ഇടം നേടിയവർ. BCCI വരാനിരിക്കുന്ന പര്യടനത്തിൽ വരുത്തിയ ആദ്യത്തെ മാറ്റമല്ല ഇതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. അവർ നേരത്തെ IPLൽ തിളങ്ങിയ താരം നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം ശിവം ദുബൈയെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. താരത്തിന്റെ പരിക്കിനെ തുടർന്നാണ് ശിവം ദുബൈയെ പകരക്കാരനായി കൊണ്ടുവന്നത്. നിലവിൽ ഇവരെ ഒഴിവാക്കിയെങ്കിലും 3 പേരും സിംബാബ്വെ പര്യടനത്തിൽ ശേഷിക്കുന്ന മത്സരങ്ങൾ കളിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നീ മുതിർന്ന താരങ്ങൾ വിരമിച്ച ശേഷമുള്ള ആദ്യ പരമ്പര കൂടിയാണിത്. ഇന്ത്യയുടെ യുവനിരയുടെ കരുത്തളക്കാനുള്ള ഇടമായാണ് BCCI മത്സരത്തെ കാണുന്നത്. നായകൻ ഗിൽ ഉൾപ്പെടെ ഒരുപിടി പരിചയസമ്പന്നരും ടീമിലുണ്ട് എന്നതാണ് ആശ്വാസം. അതുകൊണ്ട് തന്നെ പരമ്പര തൂത്തുവാരി ഇന്ത്യയുടെ കിരീട നേട്ടത്തിന് കൂടുതൽ ആധികാരികത നൽകാൻ ചെറുപ്പക്കാരുടെ സംഘത്തിന് കഴിയുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.